ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ ഇത് ഇവിടെ നല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ? ചേട്ടൻ ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ. പെരപണിയുന്നിടത്തുണ്ടാവും. അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്. ഇരിക്കു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണിയുണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്ക് ആകെ ഒരു അസുഖമുള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ടാവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം. കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾ തൻ്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാൽ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലി വേണ്ടേ? മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കണം. അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ? കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തങ്ങ് വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിണുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ.
കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടൂ? ദേഷ്യപ്പെടൂ? എന്താ നിന്റെ കാശ് വല്ലതും പോയോ? അതല്ല, നമ്മുടെ രമയുടെ കാര്യ. എന്താ? പിന്നെ കേട്ടാ ബഹളം വെക്കരുത്. ഇല്ല, നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ. നീ കാര്യം പറ. രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്. കൊല്ലും ഞാൻ. പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നോടി? കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുട്ടിലും തല്ലുപിടിച്ച മൂലക്കിടും. പ്രേമാണ് പോലും. നോക്കി പഠിക്കുന്നു. ഉണ്ണി എന്താ ഉണ്ണി? എന്താണോ എടുത്ത മണ്ടലോടത്ത് വെക്കേ? എന്താ മോള് പാരലൽ കോളേജിലെ വാധ്യാരോട് പ്രേമത്തിലാണെന്ന്. എടി, മാറി നിൽക്കണേ. അമ്മേ, അച്ഛാ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാടിച്ച് ലാടിച്ച് അവളിങ്ങനെ ചീത്തയത്. ഒന്ന് മാറിക്കേ. ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടെയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ശ്ശോ, ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? അയൽവക്കാരെ കൂടെ അറിയിക്കണം. അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാലാൾ അറിയട്ടെ. ഇവളുടെ തോന്നിയ ഉണ്ണി, നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ട നേരം വിളിക്കട്ടെ. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. മോണറി, നീ ഇനി അവനെ കാണൂ? കാണും. ഞങ്ങൾ തമ്മിൽ അടുപ്പാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമായിരിക്കും. ആരെതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും. മിസ്റ്റർ ശിവൻ, മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതിയാണ് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ,
എന്താ ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ, ആ. പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ. എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ആ. ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. ഓ. ആ. കാപ്പി കുടിക്കാം. ഓ, നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത്. അങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അതില്ലാത്ത നല്ലത്. കാപ്പിടിക്കാൻ വരൂ. രമയുടെ ചേട്ടനല്ലേ? ഉം. ബാങ്കിൽ വെച്ച് ഒരിക്കാൻ കണ്ടിട്ടുണ്ട്. ഉംഹും. വരൂ, അകത്തിരിക്കാം. അമ്മേ, എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഭൂമി, ഉഗ്രം വീട്. അധികം ആലോചിക്കാനൊന്നുമില്ല അച്ഛാ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും. ചുമ്മാരടാ. അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല. എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ അച്ഛാ. ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അലവരാതികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലേലും അവൾ എന്റെ പെങ്ങളല്ലേ. എന്നാലും നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ട്. അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോൾ പ്രായക്കുറവിന്റെ അടുത്ത് പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയില്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് ശരിയാ. ആ, ചുവരെടുത്ത്, ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട അച്ഛാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതാ. ആ, ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്. ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും.
അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോൾ മനസ്സ് വിഷമിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം. അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ. ഞാൻ ഊഹിച്ചു. അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി. ശങ്കരേട്ടൻ വിഷമിക്കുന്നത് എന്തിനാ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട, അമ്മണിയെടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ. പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവൻകുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പൊ വാക്കുമാറിയത് ഞാനാ. വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം. അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ. അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോ എന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും. അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം. ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഡേ, ഇവൻ വിഡ്ഢിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പം തോന്നുന്നു ഡേ, ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. ആ എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി കൊല്ലണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? ആ എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അതല്ല സിനിമയിലെ ചാൻസ്. മണ്ണാൻ കട്ടി ഒന്ന് പോടാടും. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കടയില അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ വെക്കൂ. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. അല്ല, ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ മുന്നോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ. അതുകൊണ്ടെന്താ? അല്ല, അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ, നടൻ. മഹാകവിയോ? ആ, അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധി കളിച്ചു, ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ല്, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ, ഇവര് പുറപ്പെടുകയാത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ വരട്ടെ വരട്ടെ. എഴുതിയോ?
വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി ഉം? 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുന്ന് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ അവിടെ തന്നെ. ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ഈ ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്? സിനിമയ്ക്കോ? ഇന്നെന്താ ആഴ്ച? ഞായറാഴ്ച. എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമോള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പൊയ്ക്കോ, വേണമെങ്കിൽ അമ്മയും വരാം. എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം. ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചെല്. ജ്ഞാനത്തിൽ ആയവർ തൻ ഗുണത്തിൽ മറഞ്ഞ ഈ ശക്തിയെ അങ്ങ് കണ്ടാൽ